ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇൻ്റർവ്യൂ മനോരമയുടെ നേരെ ചൊവ്വ എന്ന പ്രോഗ്രാമിൽ വന്നത്. ആ ഇൻ്റർവ്യൂവിൽ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമാകാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ജമാഅത്തെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നിരാകരിക്കണമെന്നുള്ളതാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ് അതിൽ? എനിക്ക് ആ ചോദ്യം ഭയങ്കര അത്ഭുതമാണ് ഉണ്ടാക്കിയത്. കാരണം വി ഡി സതീശൻ തന്നെയാണോ നേരെ ചൊവ്വയിലിരിക്കുന്നതെന്ന് ഞാൻ ഒന്നുകൂടി കണ്ണു തിരുമ്മി നോക്കിയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണ ഞങ്ങൾ എന്തുകൊണ്ട് നിരാകരിക്കണമെന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അജ്ഞത നടിക്കുന്നതാണോ എന്നുള്ള വലിയ സംശയം എനിക്ക് ആദ്യം ഉണ്ടായി. പിന്നെ ഞാൻ ഉറപ്പിച്ചു അത് അജ്ഞത നടിക്കുന്നതാണ്, അല്ലാതെ ഇത് അറിവില്ലാത്തതല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും, അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തിക്കൊണ്ടാണ്, ഷിബ്ലി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന് പറയണം. ഈ പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെ വ്യത്യസ്തമാണെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ എങ്കിൽ പിന്നെ RSSും BJPയും വ്യത്യസ്തമാകണ്ടേ? വേണ്ടേ? അങ്ങനെ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണല്ലോ എന്ന് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ പാർട്ടികൾ വ്യത്യസ്തമായിരിക്കും ഷിബ്ലി, അതിപ്പോൾ SDPIയും വ്യത്യസ്തമായിരിക്കും PFIനേക്കാൾ. എന്തുകൊണ്ടാണെന്ന് ഷിബ്ലിക്ക് അറിയാമോ? ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മതേതരത്വവും ഡെമോക്രസിയും ഒക്കെ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ ഇത് അംഗീകരിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയൊന്നും. എന്താണെന്ന് അറിയോ ഷിബിലിക്ക്? അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ രൂപീകൃതമായി കുറേ നാൾ അവർ വോട്ടെടുപ്പിൽ പോലും പങ്കെടുക്കില്ലായിരുന്നു. കാരണം ഒരു ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷമേ പ്രാർത്ഥന പോലും ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് അവർ വിചാരിക്കണേ. മനസ്സിലായോ? അതിനു മുമ്പ് പ്രാർത്ഥന പോലും ചെയ്തിട്ട് കാര്യമില്ലെന്നാണ്. ഇന്ത്യയിൽ ഗവൺമെൻറ് ജോലികൾ അവർ സ്വീകരിക്കില്ലായിരുന്നു. ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ സൈന്യത്തിലൊന്നും ജോലി സ്വീകരിക്കില്ല. എന്ന് പറഞ്ഞാൽ രാജ്യം എന്ന് പറയുന്നത് മറ്റേ ഡെമോക്രാറ്റിസിയുടെ കീഴിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യത്തിൻ്റെ കീഴിലാണെങ്കിൽ അത് പോരാ. പകരം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് വരണം, റിപ്പബ്ലിക് വരണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആശയമാണ്. ആ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് ലോകത്തെമ്പാടും തന്നെ ഒരു ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വരണം, ഖുറാനിലും അതുപോലെ ഹദീസുകളും അനുസരിച്ച് ഒരു ഭരണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനൊരു പാർട്ടിക്ക് ഇവിടെ ഭരിക്കാൻ പറ്റില്ല. ആ ഭരിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ വെൽഫെയർ പാർട്ടി മറ്റു പല നയങ്ങളും പറയുന്നത്. ഇതറിയാത്ത ഒരാളാണോ വി ഡി സതീശൻ? അപ്പോൾ ചോദിക്കുന്നത് സമാധാനത്തിൻ്റെ പദയാത്ര, സൗഹൃദ പദയാത്ര നടത്തുന്ന വെൽഫെയർ പാർട്ടിയാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സാർ അതിനെങ്ങനെയാണ്? സത്യത്തിൽ എനിക്ക് വലിയ സങ്കടം തോന്നിപ്പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2024 പിണറായി ജയിപ്പിച്ചേക്കാമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഷിബിലെ അറിയേണ്ടത് ഇവർ ഈ പറയുന്ന പദയാത്ര നടത്തി എന്നുള്ളതാണല്ലോ പറയണേ. ഓക്കെ, ഇതാണോ വി ഡി സതീശൻ കണ്ടേക്കണം? വേറെ ഒന്നും വി ഡി സതീശൻ കണ്ടിട്ടില്ലേ? ഷിബിലി ഇതിന് തൊട്ട് മുമ്പ് ഇവരുടെ ഒരു യൂത്ത് വിങ് ഉണ്ടല്ലോ, മറ്റേ SI എന്ന് പറയുന്നത് ഇവരുടെ മറ്റേ സ്റ്റുഡൻറ് വിങ് ആണ്. മനസ്സിലായോ? ഇവരുടെ ഒരു യൂത്ത് വിങ് ഉണ്ട്, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ്. ആ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കേരളത്തിൽ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്ത ആരാന്നറിയോ? ഹമാസിൻ്റെ മുൻ തലവനായിട്ടുള്ള ഖാലിദ് മെഷേലാണ്. മനസ്സിലായോ? ഹമാസ് പൊളിറ്റ് ബ്യൂറോയുടെ തലവനായിട്ടുള്ള ഖാലിദ് മെഷേലാണ് അതിൽ പങ്കെടുത്തത്. ആ ഖാലിദ് മെഷേൽ പങ്കെടുത്തിട്ടുള്ള ചടങ്ങിനെ കുറിച്ച് വലിയ തോതിൽ ഇൻ്റർനാഷണൽ ന്യൂസുകളുണ്ട്. ഷിബിലി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. അതായത് ഇന്ത്യ ടുഡേയിലും CNN-ലും IBN-ലടക്കം ഈ പറയുന്ന നാഷണൽ ന്യൂസ് ചാനലുകളിൽ മുഴുവൻ കിടക്കുന്നുണ്ട്. അത് ഏത് കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് ഖാലിദ് മെഷാൽ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര കൊടും ഭീകരൻ വന്ന് ഒരു ഓൺലൈനായ ഒരു പരിപാടിയിൽ സംസാരിച്ചു. അത് ആരുടെ പരിപാടിയാണെന്നറിയോ ഷിബിലി? ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയാണ്, വെൽഫെയർ പാർട്ടിയുടെ ഇതേ ആളുകളാണ്. ഇനി ഷിബിലി പറഞ്ഞില്ലേ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതാ പറഞ്ഞാൽ മറ്റേ സ്റ്റുഡൻസ് വിങ് ആണ്. അവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ രത്തൻ ടാറ്റയുടെ സുദ്യോഗക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം നടത്തി പോയത്. ഈ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയത് അവിടെ നിൽക്കട്ടെ, അത് കുഴപ്പമില്ല. ഇതിന് മുമ്പ് അവർ കരിപ്പൂർ എയർപോർട്ടിലേക്കൊരു പ്രകടനം നടത്തിയിരുന്നു കേരളത്തിൽ. പ്രകടനം ഒരുപാട് പേര് നടത്തുന്നുണ്ട്. പക്ഷേ ഇവർ നടത്തിയ പ്രകടനം നിങ്ങളൊന്ന് കാണേണ്ടതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ആ കറുത്ത മനസ്സിലാവും. ആ പ്രകടനത്തിൽ ആരൊക്കെയായിരുന്നു അവർ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകളിലെ ഫോട്ടോ എന്നറിയാമോ? ആരൊക്കെയായിരുന്നു? ഒന്ന് ഹസനുൽ ബന്ന, 42 വയസ്സെത്തിയപ്പോൾ മരിച്ചുപോയ ഒരാളാണ്, ഒരു അധ്യാപകനായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഉപരി മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപകനാണ്. മനസ്സിലായോ? അവിടെ ഈജിപ്തിയൻ പട്ടാളക്കാരുടെ വെടിയേറ്റാണ് മരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഇത് കേൾക്കുന്നവർ പിന്നീട് അന്വേഷിച്ചെടുത്താൽ മതി. ഞാൻ വിശദീകരിക്കുന്നില്ല. അത് മുസ്ലിം ബ്രദർഹുഡാണ് ആശയം. ഏത് ഇസ്ലാമിക ഹദീസും അനുസരിച്ച് ഖുറാനും അനുസരിച്ചുള്ള ഭരണം ലോകത്തെമ്പാടും വരണമെന്ന് പറയുന്ന ആളുകൾ. ഇനി അടുത്ത ഒരാളുടെ പേരെന്താണെന്ന് അറിയാമോ? അത് ഇഖ്വാൻ അൽ മുസ്ലിമി എന്ന് പറയുന്ന ഒരാളാണ്. ഇതേ ആളുടെ ഈ പറയുന്ന ഇതേ മുസ്ലിം ബ്രദർഹുഡിൻ്റെ
ആളാണ്. മനസ്സിലായി? മറ്റേ പുള്ളി 1949 മരിച്ചു പോയി 42ാമത്തെ വയസ്സിൽ. ഇദ്ദേഹം ഈ പറയുന്ന പോലെ അതിൻ്റെ തന്നെ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഒരെണ്ണം വെച്ചത്. ഇനി അടുത്തത് ഏതാണെന്നറിയാമോ? സയ്യിദ് കുത്തുബുദ്ദീനാണ്. ഈ സയ്യിദ് കുത്തുബുദ്ദീൻ ഇബ്രാഹിം ഹുസൈൻ ഷിബിലി എന്നാണ് അദ്ദേഹത്തിൻ്റെ, ഷാബിലി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ആ മുഴുവൻ പേരിൽ ഈ സയ്യിദ് കുത്തബ് എന്ന് പറയുന്നത് 1906 ജനിച്ച് 1966 മരിച്ചുപോയി. പക്ഷെ ആ സയ്യിദ് കുത്തബ് അദ്ദേഹം മരിക്കാൻ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റിയതാണ്. കാരണം അവിടെ ഈജിപ്തിലെ ഒരു ഭരണാധികാരിയെ, നാസർ ഭരണാധികാരിയെ കൊലപ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു. ആ ശ്രമം നടത്തിയത് കൊണ്ട് എന്ത് ചെയ്താണ്, അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് തൂക്കിലേറ്റിയ ആളാണ്. ഇനി മറ്റൊരാളുടെ പേരാരാണ്? മൗലാന മൗദൂദിയാണ്. അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശും പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഇവിടെയും ഈ പറയുന്ന ഹിന്ദു ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണ്. മനസ്സിലായി? ഇനി ഇതൊക്കെ പോട്ടെ, ഇനി അടുത്തത് ആരാന്നറിയാം? അടുത്തത് ഇസ്മായിൽ ഖനിയുടെയും അതുപോലെ തന്നെ നമ്മുടെ യാഹിയ സിൻവറിൻ്റെയും ഫോട്ടോകളാണ് ഇവർ വെച്ചിരുന്നത്. ഇനി ഇതൊക്കെ പോട്ടെ, ഇവരുടെ മലപ്പുറത്ത് വെച്ചൊരു ക്യാമ്പ് കിടന്നു, ഷിബിൽ അറിയേണ്ടത്. ആ ക്യാമ്പിൽ ഇവരുടെ ഒരു പോസ്റ്റർ അടിച്ചിറക്കിണ്ടായി എന്ന് പറയണം. ആ പോസ്റ്ററിൽ ഞാൻ കണ്ടില്ല, പക്ഷേ ആ പോസ്റ്ററിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്നറിയാമോ ഷിബിൽ? എന്താണ്? ഇസ്മായിൽ ഖനിയെയും അതുപോലെ യാഹിയ സിൻവറും ഒക്കെയുള്ള ഒരു സുബർക്കം സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരാണ് ഞങ്ങൾ. സുബർക്കം എന്താണെന്ന് ഷിബിലിക്ക് അറിയാം, നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. സുബർക്കം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാമുള്ള സ്വർഗം എന്നാണ്, ഹെവൻ സ്വപ്നം കാണുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ആളുകൾ. എന്നിട്ട് പറയണേ എന്തെന്ന്, മറ്റേ പദയാത്ര നടത്തില്ല, എന്ത് പദയാത്ര ഷിബിലി പറഞ്ഞത്? സൗഹൃദ പദയാത്ര. ആ സൗഹൃദ പദയാത്ര. ഇപ്പം PFI നടത്തിയതും എന്താണ്, മറ്റേ ആലപ്പുഴയിൽ നടത്തിയത് റിപ്പബ്ലിക്കിനെ രക്ഷിക്കാനാണ്. ഏത് റിപ്പബ്ലിക്കാൻ? അവർ തുറന്നു പറയുന്നുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കാന്ന്. ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാനാണ് ആണാ? അല്ല. പിന്നെ ഇപ്പോഴുള്ള SDPI-കാരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പം ഇത്തരത്തിലുള്ളൊരു സംഘടന, അതായത് മറ്റേ നമ്മുടെ കൈവിട്ടും കാൽവിട്ടും ഒക്കെ മറ്റേ സാധാരണ കാര്യമാക്കിയിട്ടുള്ള ഒരു സംഘടന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന. പിന്നെ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, ഇവരുടെ അണികളാരും സമരം ചെയ്യാനും പോകില്ല, ഒരു കേസിലും പെടില്ല. പക്ഷെ ഇവർ വിൽക്കാൻ ശ്രമിക്കുന്ന ആശയം ഇതാണ്. ഇവരല്ലേ ഈ PD സതീശനൊന്നും പത്രം വായിക്കുന്നില്ലേ, മറ്റേ മാധ്യമ പത്രത്തിൽ ഇവരല്ലേ താലിബാൻ വിസ്മയമാണെന്ന് എഴുതിയത് അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ എന്തിനാണ് VD സതീശൻ ഇത്രമാത്രം റിസ്ക് എടുത്ത് ഇവരെ പിന്തുണ സ്വീകരിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർക്ക് നിലമ്പൂരിൽ 1000 വോട്ട് പോലും ഇല്ല. പിന്നെ എന്തിനാണ് പിന്തുണ സ്വീകരിച്ച്? ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡീലുണ്ടോ? സംശയമാണ് നമുക്ക്. ഇപ്പോൾ ഈ അടിക്കടി VD സതീശൻ ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നത് കോൺഗ്രസിനെ എങ്ങനെയൊക്കെ ബാധിക്കും? കോൺഗ്രസിനെ ഉറപ്പായിട്ടും ബാധിക്കില്ലേ? കോൺഗ്രസിനെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ക്രമേഷം നടത്തുന്നതിന് തുല്യമാണ്. അതായത് മറ്റേ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നതിന് തുല്യമാണിത്. കാരണം ഇതിൽ ഷിബിൽ അറിയേണ്ടത്, അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രീണനം ഇവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള വലിയ പരാമർശമുണ്ട്. ഏത്, ഞാൻ ചരിത്രം മുഴുവൻ വായിക്കുന്നില്ല. അതായത് 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ അടിയിലാണ് എന്നൊക്കെ പറയുന്ന വലിയ വിമർശനമുണ്ട്. ആ വിമർശനം ഒരു വിധത്തിൽ പറഞ്ഞു നിർത്തുമ്പോഴാണ് ഷിബിൽ അറിയേണ്ടത്. ആ വിമർശനം കൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഒരു ചെറിയ തോതിലുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്കെങ്കിലും, അവരുടെ ഏറ്റവും നട്ടലായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്കെങ്കിലും ഇവരെ വിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഷിബിലിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, അതായത് UDFൻ്റെ വോട്ട് ബാങ്ക് 49 നിന്ന് 36% കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ 2001 മുതലുള്ള 24 കൊല്ലം കൊണ്ട്. ഇനി കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് അവർ മത്സരിച്ച മണ്ഡലങ്ങളിൽ മാത്രം, ഷിബിലിക്ക് കൃത്യമായിട്ട് അറിയാം, മത്സരിച്ച മണ്ഡലങ്ങളിൽ മാത്രം 21%, 26% കുറഞ്ഞിരിക്കുകയാണ്. നേരത്തെ അത് 31% ഉണ്ടായതാണ്. ഈ വോട്ട് എവിടെ പോയതാണ്? ഇനി ഷിബിലി അടുത്തൊരു കാര്യം പറഞ്ഞു, ഇതിൻ്റെ ഡേഞ്ചർ ഞാൻ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. ഷിബിലി അറിയേണ്ടത് CPM-ന് ഏറ്റവും കുറവ് 2021 മുതൽ 2024 വരെയുള്ള ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് എപ്പോഴാണെന്ന് 2016 അവർ അധികാരത്തിൽ വരുമ്പോഴാണ്. അപ്പോഴും അത്ര കുറഞ്ഞ വോട്ട് മതി അധികാരത്തിൽ വരാനുണ്ടായത് എന്തുകൊണ്ടാണ്? ഇവിടെ BJPയും ബാക്കിയുള്ള പാർട്ടികളും വോട്ട് വിഹിതം വളർത്തിയതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്തിരിക്കുന്നു, ഇത്തരത്തിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൈകോർക്കുന്നു. മനസ്സിലായ? താലിബാൻ വിസ്മയമാണെന്ന് പറഞ്ഞ പാർട്ടിയായിട്ടും ഈ പറയുന്ന നമ്മുടെ കുത്തുബുദ്ദീനും അതുപോലെ തന്നെ യാഹിയ സിൻവർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ഇസ്രായേൽ ഒരു തുടക്കം മാത്രമാണ്, അത് കഴിയുമ്പോൾ ഞങ്ങൾ ലോകം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് കൊണ്ടുവരുന്നു. ഈ പറയുന്ന ആളുകളുമായിട്ട് ഇവിടെ കൈകോർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ് ഷിബിലി?
തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ അടിത്തറയുള്ള വോട്ട് ബാങ്ക് പോവും. പോകും. ഇപ്പൊ തന്നെ നായർ വോട്ട് ബാങ്ക് പോയി, ഇനി ഇഴവ് വോട്ട് ബാങ്ക് പോകും. ഞാനിത് ഷിബിലിയോട് തുറന്നു പറയും. ഞാനിത് ഒരു തവണ മറ്റേ TN പ്രതാപനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾ നേരത്തെയൊക്കെ 49% വോട്ട് മേടിച്ചാണ് തൃശ്ശൂർ MP ആയിട്ട് ജയിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ്. അതിൽ നിന്ന് ഇപ്പം നിങ്ങൾ ജയിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് 44% വോട്ടേ ഉള്ളൂ. കാരണം എന്താ, ഒരു വോട്ട് വിഘടിച്ച് മൂന്നാമതൊരു പാർട്ടിക്ക് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഭയമാണ് ഇവിടെ ഉണ്ടാകാൻ പോണത്. പിന്നെ ഷിബിലി ചോദിച്ചല്ലോ ഇതിനെന്താ കുഴപ്പമൊന്നും. അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ വേറൊരു ചോദ്യത്തിന് കൂടി മറുപടി പറ. ഇതവിടെ നിൽക്കട്ടെ. ഈ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറ. 1975 ഇന്ദിരാഗാന്ധിയും 1992 നരസിംഹറാവുവും ഇവരെ നിരോധിച്ചെന്തിനാണ്? ഇവരൊരു കേസിലും പെട്ടിട്ടില്ലല്ലോ. എന്താ നിരോധിച്ചെന്തിനാ? ഇവിടെ പ്രവർത്തനമാണ്. ഈ PFI പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇസ്ലാമിക് ബ്രദർഹുഡ് പോലെയുള്ള തീവ്ര ആശയങ്ങൾക്ക് അടിത്തറ പാകുന്ന ഒരു ആശയ പ്രചരണമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവര് കരയിലേക്ക് ഇറങ്ങൂല, പകരം പുറകിൽ നിന്ന് ആളുകൾ ഉന്തിത്തള്ളി വിടും. അങ്ങേറ്റ അപകടകരമാണത്. കൈവെട്ടും കാൽവെട്ടും ടീംസിനെയൊക്കെ എന്ത് ചെയ്യും, പുറകിൽ നിന്ന് ക്ലാപ്പ് അടിച്ച് ചിയർ ഗേൾസ് ആയിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന പണിയാണ് ജമാഅത്തെ ഇസ്ലാമി. സർ, ഇപ്പോൾ ഇത് പല മുസ്ലിം സംഘടന ഇതിനെ എതിർക്കുമ്പോൾ മുസ്ലിം ലീഗിന് ഇത് കൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടുന്നത്? മുസ്ലിം ലീഗിന് ഇതുകൊണ്ട് വലിയ ഡാമേജ് ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം ഷിബിൽ അറിയേണ്ടത്, മുസ്ലിം ലീഗിന്റെ പോലും വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ മുസ്ലിം മലബാർ വിട്ടിട്ട് ശരിക്കും തെക്കോട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനം പിന്നെ കുറയുകയാണ്. അതിൽ തന്നെ മുസ്ലിം ലീഗ് ഇത് കൃത്യമായി പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. യുവജനങ്ങളായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു ആഭിമുഖ്യം നോക്കിയാൽ ഇപ്പോൾ മുസ്ലിം ലീഗിനോട് വലിയ ആഭിമുഖ്യം അവർക്ക് ഇല്ല. പകരം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് അവർ, ഈ പറയുന്ന ഇത്തരം ആളുകളിലേക്ക് അവർ ചെറുതായിട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഈ പോയിക്കൊണ്ടിരിക്കുന്നവരുമായിട്ടൊക്കെ ചിലപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രപരമായ അടവുനയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഉണ്ടാകുമ്പോൾ പോലും ഇത്തവണ സമസ്ത എന്താ പറഞ്ഞേക്കണത്? സമസ്ത ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമസ്തയുടെ പ്രസിഡന്റ് ഏതാണ്ട് 1980 വരെ പാണക്കാട് തങ്ങൾമാരായിരുന്നു നേതാവ്. അതിന് പരമോന്നത അവർ തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള നേതാക്കന്മാരിൽ ഈ പറയുന്ന ഇപ്പൊ പക്ഷേ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പോലും ഉണ്ടാവും. ഇപ്പൊ അവർ പറഞ്ഞേക്കണ മനസ്സാക്ഷിക്കനുസരിച്ച് നിങ്ങൾ വോട്ട് ചെയ്തോളൂ എന്നാണ്. മനസ്സിലായി? ഇപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് അവർ വലിയ തോതിൽ എതിർപ്പാണ്. ദോഷം ചെയ്യുള്ളൂ എന്നാണ് അവർ, മുസ്ലിങ്ങൾക്ക് ദോഷം ചെയ്യുള്ളതാണ്. ഇനി ഇത് ഇവര് മാത്രമല്ലല്ലോ, ഇവിടെ നിലമ്പൂരിൽ മത്സരിക്കുന്ന ആര്യ ഷൗക്കത്ത് പറഞ്ഞേക്കണത് ഇത് തന്നെയല്ലേ, MK മുനീർ പറഞ്ഞേക്കണത് ഇതല്ലേ, KM ഷാജി പ്രസംഗിച്ചിട്ടുണ്ട് ഇത് തന്നെ. അപ്പൊ ഇത്തരം ഇനി ഇതൊക്കെ പോട്ടെ ഷിബിലി, MK മുനീർ ഒരു തവണ 2010 മറ്റേ ലീഗില് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഒരു ഇവരെ എതിർത്തിട്ട് മുസ്ലിം ലീഗ് അതിന് വഴങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പൊ CPM ഉയർത്തുന്ന ഏറ്റവും വലിയ വിമർശനം എന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയുന്ന ഇതുപോലെയുള്ള സംഘടനകളും മുസ്ലിം ലീഗിലേക്ക് നുഴഞ്ഞു കയറുകയും അവരുടെ ഈ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്താണ് നമ്മൾ അറിയേണ്ടത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കോൺഗ്രസ് കൂടി എടുക്കുന്നത് എന്തിനാണ്. VD സതീശൻ ഈ ഇന്റർവ്യൂ കഴിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഞങ്ങൾ ഇതിന് മുന്നേയുള്ള ലോക്സഭാ ഇലക്ഷനിൽ STPയുടെ പിന്തുണ നിരാകരിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇത് മാത്രം എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത്. ഷിബിലി എനിക്ക് മനസ്സിലാവുന്നില്ല ഷിബിലി, ഇത് എന്താ VD സതീശൻ എന്താ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണോ? ഷിബിലി ഞാൻ ഷിബിലിയോട് തിരിച്ചൊരു കാര്യം നോക്കട്ടെ. ഷിബിലി മറ്റേ ഒരു 10th ഒക്കെ പഠിച്ചിട്ടാണല്ലോ വന്നത്. അപ്പൊ 9th പഠിച്ചു 8th പഠിച്ചാണല്ലോ. ഷിബിലി 8th എല്ലാ പരീക്ഷയ്ക്കും 95% മാർക്ക് മേടിക്കുന്നു. അപ്പൊ മറ്റേ 9, 10 ഒരു പരീക്ഷയിൽ ഷിബിലി എന്ത് ചെയ്യുന്നു, മറ്റേ 50% താഴേക്ക് പോകുന്നു. അപ്പൊ വീട്ടുകാരെന്ത് ചെയ്യും? അതിനെ കുറിച്ച് ചോദിക്കും. അല്ലാതെ മറ്റേ 95% നിങ്ങളെന്താ എന്നെ പുകഴ്ത്തു എന്ന് പറയുമോ? അതൊരു നോർമൽ കാര്യമാണ്, അതൊരു വാർത്തയല്ല ഷിബിലി. ജേർണലിസ്റ്റിലൊക്കെ എപ്പോഴും പറയുമല്ലോ, പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല, മനുഷ്യ പട്ടിയെ കടിച്ചാലാണ് അത് അസ്വാഭാവികം. അതാണ് വാർത്തയാവുന്നത്. അല്ലാതെ അതിൽ പുള്ളി ശരിക്കും ആ ഇന്റർവ്യൂവിൽ തന്നെ VD സതീശൻ വലിയ ദേഷ്യത്തോടു കൂടി പലപ്പോഴും ജോണി ലൂക്കോസിനോട് കുറച്ച് ഒരു ദേഷ്യത്തോടുകൂടി തന്നെ ഇടപെടുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പൊ അത് മനസ്സിലാക്കുന്നത് VD സതീശന് ഇതിന്റെ പുറത്ത് കൃത്യമായ ഉത്തരവില്ലെന്ന്. കാരണം കെ സുധാകരന്റെ കേസിൽ പോലും VD സതീശൻ പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കെ സുധാകരൻ പറഞ്ഞത് നേരെ തിരിച്ചാണ്. പക്ഷേ VD സതീശൻ പറയുന്നത് എന്നെ അനുകൂലിച്ചാണ് കെ സുധാകരൻ പറഞ്ഞതെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റം കോൺഗ്രസിന് തിരിച്ചടിയാകാൻ പോവാണ്. ഇനി ഇത് നിലമ്പൂരിൽ എന്തെങ്കിലും ഗുണമുണ്ടാക്കിയാൽ പോലും ഇതിൽ ദൂരവ്യാപകമായിട്ട് വലിയ നഷ്ടം ഉണ്ടാക്കും. ടെമ്പററിലി നിങ്ങൾക്ക് ഷോർട്ട് ടൈം ഗുണമുണ്ടാകും. സത്യത്തിൽ ഷോർട്ട് ടൈം ഗുണം പോലും എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ തീരുമാനം കൊണ്ടിട്ട് ഈ 11% വരുന്ന ക്രിസ്ത്യൻസും അതുപോലെ 43% വരുന്ന 45% വരുന്ന ഹിന്ദുക്കളും ഏതാണ്ട് അത്രയും തന്നെ വരുന്ന മുസ്ലിംസിലും
ഈ പറയുന്ന മുസ്ലിംസിലും ഹിന്ദുക്കളിലും അതുപോലെ ഈ പറയുന്ന ക്രിസ്ത്യൻസിലും, ഹിന്ദുക്കളിലും ക്രിസ്ത്യൻസിലും അത് വലിയ തോതിൽ റിയാക്ഷൻ ഉണ്ടാക്കും. ഒന്ന്, ഇനി മുസ്ലിംസിൽ പോലും റിയാക്ഷൻ ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സമസ്തയുടെ ആളുകളോ സുന്നിയുടെ ആളുകളോ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഏതെങ്കിലും മുസ്ലിംസോ തന്നെ ഇവരെ പിന്തുണക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എ പി വിഭാഗം, കാന്തപുര വിഭാഗം പറയുന്നത് ഒരു നേതാവാണ് പറഞ്ഞത്, അവര് അങ്ങനെ അതിനെ എതിർത്തിട്ടില്ല എന്നാണ്. ഒരു നേതാവ് മാത്രമാണ് പറഞ്ഞത്. ഞാൻ തിരിച്ച് ഷിബിലിയോട് ചോദിക്കുന്നു, ഈ കാന്തപുരം വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ സുന്നികളുടെ രണ്ട് വിഭാഗങ്ങളിൽ ഒരാളെ എതിർത്തല്ലോ, അത് സത്യമാണല്ലോ. ഈ ഒരാളെ എതിർത്താൽ ഒരാളും കൂടി ഇവിടെ വോട്ട് ചെയ്യേണ്ട ആളാണോ? അല്ലെങ്കിൽ UDF ഒപ്പം നിൽക്കേണ്ട ആളാണോ? അതോടൊപ്പം തന്നെ പറയുന്നത് നിലമ്പൂരിൽ വോട്ടുണ്ടാവൂല, ഇവിടെ UDF ഒപ്പം ആളാണോ? അപ്പൊ അയാൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടല്ലോ. ഇനി ഈ നേതാക്കന്മാരൊന്നും അല്ലല്ലോ ഷിബിലി തീരുമാനിക്കണേ. അതെ. ആണോ? അല്ല. ആണോ? അങ്ങനെയാണെങ്കിൽ നേതാക്കന്മാർ, ഞങ്ങൾ UDF എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് തീരുമാനിച്ചു തോന്നി എല്ലാവരും കൂടി വോട്ട് ചെയ്യൂ? ഇവിടെയുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഷിബിലി ഇത്. പിന്നെ ഈ വിഷയം കാണുന്നത് നിലമ്പൂരത്തെ ജനങ്ങൾ മാത്രമാണോ? അല്ല, ഇത് കേരളം മൊത്തം വ്യാപിക്കും. കേരളം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാഷണൽ ലെവലിലേക്കും പോകും. നാഷണൽ ലെവലിൽ ഇത് ചർച്ചയാകാൻ പോവാണ്. ഇത് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന നരേറ്റീവ് ഞാൻ നേരത്തെ തന്നെ ഷിബിലിയോട് പറയുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ വർഗീയ തീവ്ര ശക്തികളുമായിട്ട് കോൺഗ്രസ് ഐക്യമുണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. ഇത് ഈ നാഷണൽ ലെവലിൽ തന്നെ കോൺഗ്രസിന് ഡാമേജ് ഉണ്ടാക്കും. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ?